പ്രേമ നമ്മുടെ ഈ ഭാരത സർക്കാരിൻ്റെ റെയിൽവേയുടെ അമൃത് റെയിൽവേ സ്റ്റേഷൻ പദ്ധതി, ഈ പദ്ധതി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ഈ ഒരു പദ്ധതി ഒരിക്കലും ഒരു പെട്ടെന്ന് പൊട്ടിമുളച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു തുടർച്ചയാണ്. 2009 UPA സർക്കാരിൻ്റെ കാലത്ത് ആദർശ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ കംപ്ലീഷന് ശേഷം 2022 ഡിസംബറിൽ പ്രഖ്യാപിച്ച റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഈ അമൃത് സ്റ്റേഷൻ. ഇപ്പോൾ സാധാരണഗതിയിൽ റെയിൽവേയുടെ കീഴിൽ നിരവധിയായ വികസന പരിപാടികൾ, പരിഷ്കരണ പരിപാടികൾ നടപ്പിലാക്കാറുണ്ട്. പക്ഷെ അതും ഈ അമൃത് സ്റ്റേഷൻ പദ്ധതിയുമായിട്ട് വലിയ അന്തരമുണ്ട്. അത് ഒറ്റയടിക്ക് സ്വിച്ച് ഇട്ട പോലെ മുഖച്ഛായ മാറ്റുന്ന ഒരു പരിപാടിയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 11,972 കോടി രൂപയുടെ ഭീമൻ മുടക്കുമുതലാണ് ഇതിനു വേണ്ടി ചെയ്യുന്നത്. ഇത് പ്രകാരം നമ്മുടെ രാജ്യത്തെ ഏതാണ്ട് 1340 റെയിൽവേ സ്റ്റേഷനുകൾ പൂർണ്ണമായിട്ട് നവീകരിക്കുകയാണ്. അപ്പോൾ അത് കേരളത്തിൽ 35 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നുണ്ട്. 10 എണ്ണം ഇതിനോടകം പൂർത്തിയായി. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഒരു 6 റെയിൽവേ സ്റ്റേഷനുകൾ, ചാലക്കുടി, തിരൂർ, തലശ്ശേരി, നിലമ്പൂർ, അങ്കമാലി, ഇങ്ങനെ 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം, നവീകരണ ശേഷമുള്ള ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് ഈ അമൃത് സ്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇത് മുഖച്ഛായ മാറ്റുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ച ആദർശ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ റെയിൽവേ സിസ്റ്റത്തെക്കുറിച്ച് ഒരു വൃത്തികെട്ട ഒരു പ്രചാരണം, അല്ലെങ്കിൽ വാസ്തവം തന്നെ ആയിരുന്നു. അതായത് എന്താ പറയുക, സഞ്ചരിക്കുന്ന കക്കൂസുകൾ എന്നാണ് നമ്മുടെ ട്രെയിനിനെ വിളിച്ച്, വാസ്തവമായിരുന്നു. റെയിൽപാളങ്ങൾ ആ അവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ മാറ്റം വരുത്താൻ ഉദ്ദേശിച്ച് അത്തരം ശൗചാലയങ്ങൾ, ശുചീകരണം, വൃത്തി, ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്താണ് ആദർശ് സ്റ്റേഷൻ നടപ്പിലാക്കിയത്. അപ്പോൾ പ്രധാനമായിട്ടും കുടിവെള്ള വിതരണം, ശൗചാലയം, അത്തരം കാര്യങ്ങൾക്കായിരുന്നു അന്ന് പ്രാധാന്യം കൊടുത്തിരുന്നത്. പക്ഷേ ഈ അമൃത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം റെയിൽവേ മന്ത്രാലയം ഇപ്പോൾ അതിനെ കണക്കാക്കുന്നത് ഒരു എയർപോർട്ട് എങ്ങനെയാണോ അതേപോലെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരു അമൃത് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പണ്ട് ആദർശ് റെയിൽവേ സ്റ്റേഷൻ പ്രകാരം സാധാരണഗതിയിലുള്ള ടിക്കറ്റിംഗ് സമ്പ്രദായവും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ഈ അമൃത് സ്റ്റേഷനിലോട്ട് വരുമ്പോൾ ഫുള്ളി ഡിജിറ്റലാണ്. ഓൺലൈൻ ഡിജിറ്റൽ സംവിധാനങ്ങൾ, ഡിസ്പ്ലേ ബോർഡുകളൊക്കെ ആ തരത്തിൽ ഉള്ള പരിപാടികളാണ്. പഴയ രീതിയിൽ സാധാരണ റെയിൽവേ കെട്ടിടങ്ങളാണെങ്കിൽ ഈ അമൃത് സ്റ്റേഷൻ പ്രകാരം ഒരു കെട്ടിലും മട്ടിലുമൊക്കെ ഒരു പഞ്ചനക്ഷത്ര ഫീൽ ഉണ്ടാവും. കൂടാതെ അതാത് പ്രദേശങ്ങളുടെ വാസ്തുവിദ്യ എന്താണോ, അതേത് പ്രദേശങ്ങളുടെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ എന്താണോ അതുമായിട്ട് ഇണങ്ങുന്ന തരത്തിലായിരിക്കും പുതിയ അമൃത് സ്റ്റേഷൻ വിഭാവനം ചെയ്യുക. കൂടാതെ കണക്ടിവിറ്റിയിലും വലിയ കാര്യമുണ്ട്. അതാത് പ്രദേശത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ 2 വശത്തുകൂടി അതിന് എൻട്രൻസ് ഉണ്ടാകും. നഗരവുമായിട്ട് 2 വശത്തും കൂടി മികച്ച രീതിയിൽ ബന്ധിപ്പിക്കുക. അതിപ്പോൾ ബസ്സുകളായിക്കോട്ടെ, ഓട്ടോറിക്ഷകളായിക്കോട്ടെ, ടാക്സി സംവിധാനമായിക്കോട്ടെ, ഇനി മെട്രോ ആയിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെടുത്തി, തൊട്ടടുത്ത എയർപോർട്ട് ഉണ്ടെങ്കിൽ അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തുന്ന തരത്തിൽ അത് മെച്ചപ്പെടുത്തണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനം വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്റ്റ് എന്നൊരു പരിപാടിയും ഉണ്ട്. ആലപ്പുഴയാണെങ്കിൽ കയർ ഉൽപ്പന്നങ്ങൾ ആയിക്കോട്ടെ, ആ രീതിയിൽ പറയാം. ആ രീതിയിലുള്ളൊരു സാധനം നിർബന്ധമായിട്ടും അവിടെ ഉണ്ടാകണം എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ 11,972 കോടി രൂപയുടെ ഇത്രയും പൈസ മുടക്കുന്നത് കൊണ്ട് പ്രത്യക്ഷത്തിൽ റെയിൽവേക്ക് യാതൊരു വരുമാനവും ഇല്ല. കിട്ടുന്ന വരുമാനം അവിടെ ഏതെങ്കിലും സ്റ്റോളുകൾ തുടങ്ങുന്നതിന് വാടക ഇനത്തിലോ മറ്റോ കിട്ടും. ഈ ഭംഗി കൂട്ടി മോടി കൂട്ടി വെച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ എന്തുകൊണ്ട് അത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത് വാസ്തവത്തിൽ ആ പ്രദേശത്തെ സാമ്പത്തികമായി മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്. കാര്യം ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ 100 കണക്കിന് പേർക്ക് നിർമ്മാണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ കിട്ടും. പിന്നെ അവിടെ നിരവധിയായ സ്റ്റോളുകൾ വരുമ്പോൾ അവിടെ സ്റ്റോളുകൾ ഉണ്ടാകും. പിന്നെ ഇതിനെ ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തും. ഇപ്പോൾ ഒരു വിദേശി ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് കാഴ്ച എയർപോർട്ടായിരിക്കും. അത് കഴിഞ്ഞാൽ അദ്ദേഹം നാട് കാണാൻ വേണ്ടി ഇറങ്ങുന്നത് സ്വാഭാവികമായിട്ടും റെയിൽവേ സ്റ്റേഷനോ ബസ്സോ ആയിരിക്കും. റെയിൽവേ സ്റ്റേഷന് വരുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ്
വളരെ വലുതാണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ മോശമായി മാറും. അതെ, മുഖച്ഛായ മാറും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഈ രീതിയിൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത്? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു വെക്കാം. ഒന്ന്, കെട്ടിലും മട്ടിലും ഡിജിറ്റൽ ആയിരിക്കും. എല്ലാം നമ്മുടെ സൂചനാ ബോർഡുകൾ അടക്കം ഡിജിറ്റൽ ആയിരിക്കും. പിന്നെ അവിടെ വരുന്ന ആൾക്കാർക്ക് യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ലിഫ്റ്റ് സംവിധാനം ഉണ്ടാകും. പിന്നെ എക്സ്കവേറ്ററുകൾ ഉണ്ടാകും, നമ്മളെ ഗോവണിയില്ലേ, യന്ത്രഗോവണി. പിന്നെ വീൽ ചെയറുകൾ, പിന്നെ ബഗി കാറുകൾ, അതൊക്കെ ഉണ്ടാവും. പിന്നെ മികച്ച എക്സിക്യൂട്ടീവ് ലോഞ്ചുകൾ, നമുക്ക് വിശ്രമ മുറികൾ, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങണം, ആ രീതിയിൽ തന്നെയുള്ള വിശ്രമ മുറികൾ. പിന്നെ ലാൻഡ്സ്കേപ്പ്, അത്യാവശ്യം മെച്ചപ്പെട്ട രീതിയിലുള്ള നമ്മുടെ പൂന്തോട്ടം, അതേപോലുള്ള സംഗതികളൊക്കെ റെഡിയാക്കും. തനത് വാസ്തുവിദ്യയ്ക്കും സംസ്കാരത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നിർമ്മിതിയായിരിക്കും. ചുമ്മാ ഈ എന്താ പറയുക, എഞ്ചിനീയറുടെ വൈഭവം കാണിക്കലല്ല, ആ പ്രദേശത്ത് എന്താണോ ഇണങ്ങുന്നത് അതിനനുയോജ്യമായിട്ടുള്ള രീതിയിൽ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വൺ സ്റ്റേഷൻ വൺ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഒരു റെയിൽവേ സ്റ്റേഷനെ ഒരു സിറ്റി സെൻ്ററാക്കി മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എൻ്റെ നാട് ആലപ്പുഴയാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നഗരവുമായിട്ട് ഏതാണ്ട് 7-8 കിലോമീറ്റർ അന്തരമുണ്ട്. അപ്പോൾ ആ വരുന്ന ഒരു പുറത്തുനിന്ന് ഒരാൾക്ക് വരുമ്പോൾ ആലപ്പുഴയെക്കുറിച്ച് യാതൊരു സൂചന ആ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ കിട്ടില്ല. പക്ഷേ ആ കിട്ടുന്ന തരത്തിൽ അവിടെ ഇപ്പൊ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഒരു നഗരത്തിലാണ് ഞാൻ വന്ന് ഇറങ്ങിയത് എന്നൊരു തോന്നല ആ റെയിൽവേ സ്റ്റേഷൻ. കുറച്ച് റെയിൽവേ സ്റ്റേഷനുകളൊക്കെ അങ്ങനെയാണ്. അതെ, ഒരിക്കലും നഗരമായിട്ട് യാതൊരു വലിയ ബന്ധവുമില്ല. അതേപോലെ ഈ മൾട്ടി കണക്ടിവിറ്റി എന്ന് പറയുന്ന സംഗതി ഉണ്ടാകും, പ്രവേശന കവാടം ഉണ്ടാകും, ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിഗണനയും കൊടുക്കും. പിന്നെ ഏറ്റവും പ്രധാന സംഗതി, ഊർജ്ജ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പരമാവധി റെയിൽവേ സ്റ്റേഷനുകളിൽ സോളാർ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു. വൈദ്യുതി വിളക്കുകൾ പരമാവധി LED മാറ്റാനായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ ഈ രാജ്യത്ത് 1340 റെയിൽവേ സ്റ്റേഷനുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിൽ 261 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2026 അവസാനത്തോടു കൂടി 400 പൂർത്തിയാകും. 2027 700 കൂടി പൂർത്തിയാകും. ഇത് നമ്മൾ പൊതുവിൽ പറയുമ്പോൾ കേരളത്തിൽ 35 ഉള്ളൂ. അപ്പോൾ ഉത്തർപ്രദേശിന് 149 ഉണ്ട്. 149 റെയിൽവേ സ്റ്റേഷനുകൾ, അമൃത് സ്റ്റേഷനുകൾ ഉത്തർപ്രദേശിലുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് ചാടിക്കയറി പറയും അത് BJP യോഗി എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല, റെയിൽവേ നെറ്റ്വർക്കുകളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. അതിലേക്ക് മിക്കവാറും, അതായത് ഈ അമൃത് സ്റ്റേഷന്റെ പ്രത്യേകത ഏതെങ്കിലും ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് മാത്രമല്ല, ചെറിയ റെയിൽവേ സ്റ്റേഷനുകൾ പോലും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ, അത് ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷൻ അല്ല. തിരൂർ മലപ്പുറം ജില്ലയുടെ ആണെന്ന് നമുക്ക് പറയാം. അതേപോലെ നിലമ്പൂര്, അങ്കമാലി, ഇതൊക്കെ പ്രാദേശികമായിട്ടുള്ള ഒരു ജില്ലാ കേന്ദ്രമല്ല, അതൊക്കെ നവീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തർപ്രദേശിന് 149 അമൃത് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ മഹാരാഷ്ട്രയിൽ 86, മധ്യപ്രദേശിൽ 80. അപ്പോൾ എന്തുകൊണ്ട് ഈ അമൃത്, വേറെയും പേരുകൾ ഇടാമായിരുന്നല്ലോ. ഈ അമൃത് എന്ന് പറയുമ്പോൾ അതിൽ വേണമെങ്കിൽ ഒരു ഹൈന്ദവവൽക്കരണം ആരോപിക്കാം. പക്ഷെ അതിൻ്റെ യഥാർത്ഥ കാരണം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാമത് വാർഷികത്തോടനുബന്ധിച്ച് അന്ന് രാജ്യം സ്വീകരിച്ച ഒരു തലക്കെട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതവർഷം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് തൊട്ട് ഒരു 25 വർഷം, അതായത് 1947 വരെയുള്ള പല പദ്ധതികളും രാജ്യം ആസൂത്രണം ചെയ്യുക. അത് റെയിൽവേ മാത്രമല്ല, എല്ലാ തലത്തിലും ഉണ്ട്. അപ്പോൾ ആ 25 വർഷം വിവിധങ്ങളായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ അമൃത് റെയിൽവേ സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നത്. ഒരു ട്രെയിനും ഉണ്ട്, നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസും ഈ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു മുദ്രാവാക്യവും കൂടി നമുക്ക് പറഞ്ഞു നിർത്താം. വിരാസത് ഭി വികാസ് ഭി. വിരാസത്ത് എന്ന് പറഞ്ഞാൽ പൈതൃകം എന്നാണ് അർത്ഥം. പിന്നെ വികാസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള വികസനം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അമൃത് പദ്ധതി വഴി ചുമ്മാ കെട്ടിടം ഉണ്ടാക്കി പോഷ് കാണിക്കലല്ല, ആ നാടിൻ്റെ പൈതൃകത്തിന് കൂടി ഒരു പ്രാധാന്യം നൽകുന്ന രീതിയിൽ നവീകരണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും ബൃഹത്തായൊരു പദ്ധതി നടപ്പിലാക്കുന്നതിന് പിന്നിൽ ഒരു മനുഷ്യൻ കൂടി നമ്മൾ ഈ കാണുന്ന വികസനമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതെ. അപ്പോൾ ഒരു മനുഷ്യന്റെ പേര് കൂടി ഇതിൽ പറയാതെ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പേര് അശ്വിനി വൈഷ്ണവ് എന്നാണ്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ റെയിൽവേ മന്ത്രാലയത്തിന്റെ ചുമതല. ഒരു പക്ഷേ അദ്ദേഹം ഈ കാര്യത്തിൽ എടുക്കുന്ന ഒരു പ്രത്യേക താല്പര്യം കൂടിയുണ്ട്. അദ്ദേഹം റെയിൽവേ മന്ത്രി ആയതിനു ശേഷം ആണ് ഈ രാജ്യത്ത് എമ്പാടുമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ വന്ദേ ഭാരത് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അദ്ദേഹത്തിന് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്.
ഇപ്പോൾ മോദിക്ക് കിട്ടുന്ന ക്രെഡിറ്റിൽ നല്ലൊരു ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാൾ ഇദ്ദേഹമാണ്. അപ്പം അദ്ദേഹത്തിനും കൂടി ഈ കാര്യത്തിൽ കൃത്യമായൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഏതായാലും നമ്മുടെ നാട്ടിൽ 35 റെയിൽവേ സ്റ്റേഷൻ വന്നതിൽ 10 പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ നാട് ആലപ്പുഴയിലടക്കം ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വലിയ താമസമില്ലാണ്ട് അതിൻ്റെയും കൂടി ഉദ്ഘാടനം ഉണ്ടാവും.